കുടുംബം എന്ന് പറയുന്നതിന് ഡെഫിനിഷൻ തന്നെ വേറെയാണ്. നമ്മുടെ ഒരു ഇമോഷണൽ ബോണ്ടേജ് അവിടെ ആവശ്യമാണ് രണ്ടുപേരും തമ്മിലുള്ള. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വാക്ക് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടുപേരുടെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സറണ്ടർ ചെയ്ത് ഇതിനകത്ത് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. പല ആൾക്കാരും പലപ്പോഴും സംസാരിച്ചു വരുന്ന സമയത്ത് ഈ ജെൻ ആൽഫ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ഇവരാണ് പ്രശ്നം. ഞാൻ ഒരിക്കലും ഇത് പറയത്തില്ല. ഈ കുട്ടികള് ഹൈറാർക്കിയെ പൂർണ്ണമായിട്ടും പേടിച്ച് ഭയപ്പെട്ട് അതിന്റെ പുറകെ പോകാൻ തയ്യാറല്ല. ഇവര് ക്വസ്റ്റ്യൻ ചോദിക്കും. ഹൈറാർക്കിക്കലി ജീവിച്ചു വന്ന ആൾക്കാർക്ക് അതിന്റെ ഉത്തരം അറിയത്തില്ല. ഉത്തരം കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം അല്ല, ഞാൻ മാം പറഞ്ഞതിൽ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ യോജിക്കുന്നു. കാരണം ഇപ്പൊ പറഞ്ഞ മാതിരി വുമൺ എംപവർമെന്റ് കാര്യങ്ങളൊക്കെ, പിന്നെ ഇപ്പൊ ഗേൾസ് വളർന്നു വരുന്നത് ഇപ്പൊ പലപ്പോഴും ഇപ്പോഴാണെങ്കിലും ശരി, ഗേൾസ് വളരുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവരെ വളർത്തുന്നത്. ഇപ്പം പറഞ്ഞ മാതിരി ഇപ്പൊ ആൺകുട്ടികളാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പാമ്പർ ചെയ്തിട്ടാണ് വളർത്തുന്നത്. പെൺകുട്ടികളെ പാമ്പർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്നത് വേറെ വീട്ടിലേക്ക് പോവാനുള്ളതാണ് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ എന്നെ പഠിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ പലപ്പോഴും ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കസിൻസ് ആണേലും ഒരുപാട് പേര് ആൺകുട്ടികളുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ജോലി, ഇപ്പൊ ഞങ്ങളുടെ അടുക്കളയിൽ ഇപ്പം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പാത്രം കൊണ്ടുവയ്ക്കുന്നതാണേലും ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് കൊണ്ടുവയ്ക്കുന്നതാണേലും അവരുടെ അമ്മമാരാണ് അവരുടെ പാത്രങ്ങൾ കൊണ്ടുവയ്ക്കുന്നത്. അവര് ഒരു 20-21 വയസ്സുള്ള ആൺകുട്ടികളാണെങ്കിലും. പക്ഷേ എൻ്റെ കൂടത്തിലുള്ള ഇപ്പൊ 15-16 വയസ്സുള്ള പെൺകുട്ടികളാണെങ്കിലും അവരെ സ്വന്തമാണ് പാത്രം കൊണ്ടുവയ്ക്കുന്നതും കഴുകി വയ്ക്കുന്നതും. പക്ഷെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും ആൺകുട്ടികൾ ചെയ്യുന്നില്ല ഇപ്പോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.